പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. നമ്മള് 22ാമത്തെ വാസാം ജീർണാനി യഥാവിഹായ എന്നുള്ള ശ്ലോകത്തിന്റെ അവസാനത്തെ പാരഗ്രാഫായപ്പോ കട്ടായി പോയി. രണ്ടാമത് ജോയിൻ ചെയ്തു. എന്തെങ്കിലും ഒന്നുകൂടെ അത് പറയാം. ലാസ്റ്റ് പാരഗ്രാഫ് പേജിക്ക് വായിക്കാവോ? അവസാനത്തെ പാരഗ്രാഫ്. ആളുകൾ മരണത്തെ ഭയപ്പെടുന്നതും 22ാമത്തെ അവസാനത്തെ പാരഗ്രാഫ്. ആളുകൾ മരണത്തെ ഭയപ്പെടുന്നതും മരണവാർത്തയാൽ ദുഃഖിക്കുന്നതും മരണരഹസ്യം അറിയാത്തത് കൊണ്ടാണ്. യാഥാർത്ഥ്യമറിയുന്നവർക്ക് മരണം ഭയഹേതുവോ ദുഃഖഹേതുവോ അല്ല. വസ്ത്രം മാറ്റുമ്പോൾ ദേഹത്തിന് വേദനയുണ്ടാവാത്തതുപോലെ ദേഹം മാറ്റുമ്പോൾ ദേഹിക്കും വേദനയുണ്ടാവില്ല. പഴയ വസ്ത്രം അഴിച്ചു കളഞ്ഞാൽ നാം പിന്നെ നഗ്നരായി തന്നെ കഴിയേണ്ടി വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ പഴയ ദേഹം വെടിഞ്ഞാൽ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ മറ്റൊരു പുത്തൻ ദേഹം ജീവൻ സ്വീകരിക്കുന്നു. വികാസവും പരിണാമവുമെല്ലാം മനോബുദ്ധികളിൽ കുടുങ്ങി ഭ്രമിക്കുന്ന സങ്കല്പ ജീവനാണ്. ആത്മാവിനല്ല. പരിണാമ വിധേയമല്ലാത്ത പരിപൂർണതയാണ് ആത്മാവിന്റെ സ്വരൂപം. സ്വയം സമ്പൂർണമായ അതിന് വികാസത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ആത്മാവിന് മാറ്റമില്ല എന്ന് പറയുന്നത് കേട്ടോളൂ. നമ്മൾ ഈ വാസാംശീകരണം നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ വസ്ത്രങ്ങൾ മാറുന്ന പോലാണ് ജീവാത്മാവ് ശരീരങ്ങൾ മാറുന്നത്. ജീവാത്മാവ് ഓരോരോ ശരീരം മാറിയെടുക്കുക. അപ്പൊ നമ്മള് ജീവിതത്തിൽ എത്രയോ ഓരോ സമയത്ത് നമ്മൾ ഓരോ ഡ്രസ്സുകൾ ഇടും. എന്നിട്ട് ആ ഡ്രസ്സുകൾ മുഷിഞ്ഞ് കേടായി അല്ലെങ്കിൽ അത് ഒരു നരച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കീറി വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അത് ഉപയോഗിക്കത്തില്ല. നമ്മൾ അത് കളയും എന്ന് പറയുന്നത് പോലാണ് ഈ ശരീരം ജീവാത്മാവ് ത്യജിക്കുന്നത്. ആ കർമ്മഫലം ആ ശരീരത്തിൽ കൊണ്ട് അനുഭവിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ശരീരം വിട്ട് വേറെ ശരീരം എടുക്കും. ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണല്ലോ. കൊച്ചിലെ ഉണ്ടായിരുന്ന ശരീരം ആ കളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ആ ശരീരം കൊണ്ടാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ അതുപോലെ നിന്ന് കളിക്കുവോ? നമ്മൾ കൊച്ചു കുഞ്ഞായിട്ടിരുന്നപ്പോ നമ്മൾ എന്തെല്ലാം കളി കളിച്ചോ നമ്മൾ ആ കളി ഇപ്പൊ കളിക്കുവോ? ഇല്ല. അപ്പം ആ ശരീരം കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇനി അടുത്തത് വേറെ എന്തോ കർമ്മഫലം ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ബാല്യത്തിന്റെ ശരീരം വിട്ടേ പറ്റും. അപ്പൊ ഞാൻ അതിനെ കളഞ്ഞു. എന്നിട്ട് അടുത്ത ശരീരം എടുത്തു. എന്നിട്ട് ആ കൗമാരദശയില് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ കൗമാരദശയിൽ നിന്ന് ശരീരം കൊണ്ട് ചെയ്തു. കൗമാരവും കഴിഞ്ഞു. ഇനി അടുത്ത് എനിക്ക് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള കർമ്മ ഫലങ്ങൾ അനുഭവിക്കാനുണ്ട്, അനുഭവങ്ങൾ. അപ്പൊ അതിനുവേണ്ടി ഈ കൗമാരദശയിലെ ശരീരത്തിൽ നിന്നാൽ ഒക്കത്തില്ല. അപ്പൊ ആ ശരീരവും ഞാൻ കളഞ്ഞു. ഇതെല്ലാം ഓരോ ഉടുപ്പുകളും നമ്മുടെ വസ്ത്രങ്ങളും നമ്മൾ മാറ്റി. നമ്മള് ആദ്യം വാങ്ങിച്ച ജീവിതത്തിൽ ആദ്യം വാങ്ങിച്ച ആ വസ്ത്രം തന്നെയാണോ നമ്മളിപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. അത് പഴയതാകുമ്പോൾ അത് നമ്മൾ കളയും. എന്ന് പറയുന്ന പോലെ കർമ്മവാസന അനുഭവിക്കാൻ ആ ശരീരം പറ്റാതെ വരുമ്പോൾ അതിന് ഉപയോഗശൂന്യം, അത് കേടായിപ്പോയി. ആ കർമ്മവാസന, ബാലൻസ് ഉള്ള കർമ്മവാസന അനുഭവിക്കാൻ ആ ശരീരം ഒക്കത്തില്ല എന്ന് പറയുന്ന പോലെ അതിനെ നമ്മുടെ ശരീരം ആ ശരീരത്തിനെ കളയും. അതുപോലാണ് നമ്മൾ ഈ ജീവാത്മാവ് ശരീരങ്ങളെ മാറുന്നത്. അപ്പൊ നമ്മൾ തന്നെ വിഷമിക്കുന്നത് എന്തിനാ? ഇത് തന്നെയാണ് നമ്മുടെ മരണത്തിന്. ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവൻ വിട്ടുപോകുമ്പോഴും ഈ ശരീരം കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞ് ഈ വേറൊരു കർമ്മവാസന അനുഭവം ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ഉള്ള കർമ്മവാസന അനുഭവിക്കാൻ വേണ്ടി വേറൊരു പുതിയ ശരീരത്തിൽ ഞാൻ ജന്മം എടുത്തിരിക്കും. എനിക്ക് നാശമില്ല. പക്ഷെ നമ്മളെന്ത് വിചാരിക്കുന്നേ? ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്ക് ഞാൻ ഇല്ലാതാവുക. നമ്മൾ ഇല്ലാതാവുന്ന ഭയമാ. ഇനിയും ഈ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് ഇനിയും അനുഭവിക്കണം എന്നുള്ള
ആ ഒരു ഇതാ. അപ്പൊ എനിക്ക് മരണത്തെ ഭയമാ, എനിക്ക് വിട്ടുപോകാൻ മനസ്സില്ല. എനിക്ക് കർമ്മഫലം, എനിക്ക് ഒത്തിരി ആശകളുണ്ട്, ഞാൻ ഒത്തിരി അനുഭവങ്ങൾ വന്നു, ഒത്തിരി സുഖങ്ങളും എനിക്ക് അത് പിന്നെയും പിന്നെയും എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ആകാംക്ഷ. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്നത് എന്താ? ആളുകൾ മരണത്തെ ഭയപ്പെടുന്നതും മരണവാർത്തയാൽ ദുഃഖിക്കുന്നതും മരണ രഹസ്യം അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ മരണ രഹസ്യം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാൽ നമുക്ക് മരണത്തെ ഭയമില്ലാതെ വരും. ഇപ്പൊ നമുക്ക് ശരിക്കും എല്ലാവർക്കും മരണത്തെ ഭയമുണ്ട്. ഈ അറിവ് ഇപ്പൊ കേൾക്കുന്നെങ്കിലും നമ്മളെല്ലാരും മരണത്തെ ഭയക്കുന്നുണ്ട്. പക്ഷേ ഈ അറിവിനെയും നമ്മൾ ഉറപ്പിച്ച് മനസ്സ് ഇതിൽ ഉറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭയം ഇല്ലാതാവും. ഒരു സത്യമാണ്. അപ്പം യാഥാർത്ഥ്യം അറിയുന്നവർക്ക് മരണം ഭയഹേതുവോ ദുഃഖഹേതുവോ അല്ല. വസ്ത്രം മാറ്റുമ്പോൾ ദേഹത്തിന് വേദന ഉണ്ടാവാത്തതുപോലെ ദേഹം മാറ്റുമ്പോൾ ദേഹിക്കും വേദന ഉണ്ടാവില്ല. വസ്ത്രം മാറ്റുമ്പോൾ ദേഹത്തിന് വേദന ഉണ്ടാവാത്തതുപോലെ ദേഹം മാറ്റുമ്പോൾ ദേഹിക്കും വേദന ഉണ്ടാവില്ല. അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലേ നമുക്ക് ഒരു വസ്ത്രം മാറ്റുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ വസ്ത്രം നമ്മൾ ഈസി ആയിട്ട് അതിന് നമുക്ക് പെയിൻ എടുക്കത്തേയില്ല. അപ്പൊ ഇതുപോലാകണം നമ്മള് ഈ ശരീരം വിട്ട്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ വിട്ട് വേറെ ശരീരം എടുക്കാൻ പോവാ. അപ്പൊ എനിക്ക് വേദന ഉണ്ടാവരുത്. പക്ഷെ നമുക്ക് പലർക്കും വേദനയുണ്ട്. കണ്ടിട്ടില്ലയോ? മരണം നമ്മൾ അപൂർവം കുറെ പേർക്കെങ്കിലും കണ്ടു കാണും, ചിലരുടെയൊക്കെ മരണങ്ങൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കേട്ട് കാണും. ഈ മരണ സമയത്ത് മലവും മൂത്രവും ഒക്കെ പോവും. എന്താ? ഈ ശരീരം വിട്ടുപോകാനുള്ള അത് ഒക്കുന്നില്ല. ഒരു പെയിൻഫുൾ അത്. പലർക്കും മരണം പെയിൻഫുൾ ആയി. അപൂർവം ആൾക്കാരേ ഉള്ളൂ അവരുടെ മരണം വളരെ ശാന്തതയിൽ നടക്കുന്നത്. കാരണം അവര് ആർജിച്ച ആ മനോധൈര്യത്തിന്, അല്ലെങ്കിൽ ആ പക്വത വെച്ചാൽ ഈ പാരമ്പര്യ സത്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ട ഒരാൾക്കേ ഇത് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തുകൊണ്ടാ മറ്റുള്ളവർക്ക് എന്താ ഈ ഒരു മരണവെപ്രാളം എന്നല്ലേ പറഞ്ഞേ? മരണവെപ്രാളം. എന്തോ വെപ്രാളം? എനിക്ക് ഈ ദേഹം വിട്ടു പോകാൻ ഭയങ്കര അതൊരു പെയിൻഫുള്ളാ. ആ ഡിപ്പാർച്ചർ, ഈ വിട്ടു പോകുന്ന ഒരു ഭയങ്കര പെയിൻഫുള്ളാ. അതുകൊണ്ടാണ് വെപ്രാളം വരുന്നത്. അപ്പം എന്തുകൊണ്ടാ ഇപ്പൊ ഇതിനകത്ത് പറയുന്നത്? നമുക്ക് സാധാരണ വസ്ത്രം മാറുമ്പോ പെയിൻ ഉണ്ടാകാറില്ല. അപ്പൊ എന്തുകൊണ്ടാ ഈ വസ്ത്രമായിട്ടൊന്നും താരതമ്യപ്പെടുത്തി നോക്കാം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പെയിൻ വരുന്നത്? സാധാരണ വസ്ത്രം അഴിക്കുമ്പോ പെയിൻ വരുന്നില്ല. പിന്നെ എത്ര വസ്ത്രം അഴിക്കുമ്പോഴാണ് പെയിൻ വരുന്നത്? നമ്മുടെ ശരീരത്തോട് ഒട്ടി നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടോ നമ്മുടെ ഒരു എന്തെങ്കിലും ഇട്ടു, ഭയങ്കര ടൈറ്റ്, എങ്ങനെയോ പിടിച്ച് കയറ്റി ഇട്ടു, അത് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിലോ നമ്മൾ എന്തിനു വേണ്ടി കഷ്ടപ്പെടണം, ഇതിനു വേണ്ടി പ്രയാസപ്പെടണം എന്ന് പറയുന്ന പോലെയാണ് എന്റെ മനസ്സ് ഈ ശരീരമായിട്ട് അങ്ങ് ഇഴുകി ചേർന്ന് അങ്ങ് താതാരിയോ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഉറപ്പിൽ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ മരണസമയത്ത് ഈ ശരീരത്തിനെ വിടാൻ ജീവാത്മാവിന് വലിയ പ്രയാസമാണ്. കാരണം ആ ജീവാത്മാവ് ഞാനൊരു പരിമിതനായ ഒരു കേവല മനുഷ്യനെ, അല്ലെങ്കിൽ ഞാൻ പരമാത്മ ചെയ്യുന്ന അറിയുന്നേ ഇല്ല. അപ്പം ഈ ശരീരത്തിനെ വിടാൻ വലിയ പാടാ. ഈ ശരീരമായിട്ട് ഒട്ടിയിരുന്നാൽ ഒരു ടൈറ്റ് പിടിച്ച ഒരു ഷർട്ട് നമ്മൾ ഊരുന്നത് പോലെ എത്ര പ്രയാസപ്പെട്ട് വേണം ആ ഷർട്ട് ഊരിയെടുക്കാൻ. ഈസി ആയിട്ട് ഊരാൻ പറ്റത്തില്ല. അപ്പം വേദന ഉണ്ടാവാത്ത ആർക്കാ? നമുക്ക് ഈ സത്യങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് ഇത് വേദന വരത്തില്ല. പഴയ വസ്ത്രം അഴിച്ചു കളഞ്ഞാൽ നാം പിന്നെ നഗ്നരായി തന്നെ കഴിയേണ്ടി വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ പഴയ ദേഹം വെടിഞ്ഞാൽ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ മറ്റൊരു പുത്തൻ ദേഹം ജീവൻ സ്വീകരിക്കും. വികാസവും പരിണാമവുമെല്ലാം മനോബുദ്ധികളിൽ കുടുങ്ങി നിൽക്കുന്ന സങ്കല്പ ജീവനാണ്, ആത്മാവിനല്ല. പരിണാമ വിധേയനായ പരിപൂർണതയാണ് ആത്മാവിന്റെ സ്വരൂപം. സ്വയം സമ്പൂർണമായ അതിന് വികാസത്തിന്റെ ആവശ്യമില്ല. കണ്ടോ? ഈ നമ്മളെ സങ്കല്പ ജീവനാണ്. നമ്മുടെ ഈ ജീവഭാവം എന്ന് പറയുന്നത് തന്നെ സങ്കല്പമാണ്, ഒരു ഭ്രമമാണ്, നമ്മുടെ ഒരു ഇമാജിനേഷനാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മളെല്ലാവരും, നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും അനുഭവത്തിലായിട്ടുള്ള നമ്മളെല്ലാവരും ഇതൊരു സങ്കല്പ ജീവനാണ്. ഇതിന് എക്സിസ്റ്റൻസ് ഇല്ല. ഇത് മാറിക്കൊണ്ടേ ഇരിക്കുക. ഇത് എങ്ങനെയാ അതിന്റെ അവസാനം പരിണാമം എന്തുവാ? ഈ വാസനകളെ എല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞാൽ നമ്മൾ പരമാത്മ ചൈതന്യം, പിന്നെ ഒരു മാറ്റവും ഉണ്ടാവാത്ത ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറും. ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മളൊരു ഭ്രമമാണ്, ഇതൊരു സങ്കല്പ ജീവനായ. എന്ന് വരെ വാസനകളുണ്ടോ അന്ന് വരെ ഉള്ളു ഈ ജീവൻ, ഈ ജീവാത്മാവ്. വാസനകൾ ഇല്ലെങ്കിലോ അത് ജീവാത്മാവ് എന്ന് പറയത്തില്ല. വാസനകളെല്ലാം മാറിക്കഴിഞ്ഞാലോ
ഞാൻ ഈശ്വരൻ എവിടെ എല്ലായിടത്തും പ്രസന്റ്. അതിനെയും അത് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറും. അതാ പറഞ്ഞത് ഇതൊരു സങ്കല്പ ജീവൻ. നമ്മൾ ഈ സങ്കല്പ ജീവൻ എന്താന്ന് വിചാരിക്കുന്നേ? ഞാനൊരു ഭ്രമമെന്ന് ആരെങ്കിലും എല്ലാവരും നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ഭ്രമത്തിലിരിക്കുവാന്ന്? നമ്മൾ കുറച്ച് തലയും ഡിപ്രഷൻ ആയിട്ടിരിക്കുന്നവരെയോ കുറച്ച് ഭ്രാന്തമാരെ കണ്ടുകഴിഞ്ഞാണ്ടോ അയാൾക്ക് വലിയ ഭ്രമം പിടിച്ചിരിക്കുക. നമ്മളെ കണ്ടില്ല ഭയങ്കര നോർമലായിട്ടിരിക്കുന്ന പോലെ. നമ്മളെല്ലാവരും ഭ്രമത്തില്ല. അതിനെക്കാട്ടി കുറച്ചും കൂടി ഡിഗ്രി കൂടുമ്പോഴാണ് നമുക്ക് മറ്റവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് മാഡ് ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ആണെന്നോ ഒക്കെ. അപ്പൊ നമ്മൾ ഒരു ഭ്രമത്തില. എന്തുവാ ഭ്രമം? ഞാൻ ശരീരമാണെന്നുള്ള ഒരു സങ്കല്പം, ഭ്രമം. ആ ഭ്രമത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ശരീരം വിടാൻ ഭയങ്കര പ്രയാസപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ശരീരമല്ലെന്നുള്ള ആ ഒരു ഇത് സത്യം ഉറച്ചു കഴിഞ്ഞാലോ എന്റെ മരണം ശാന്തമായിട്ട് നടക്കും. മരണത്തിൽ ഈ ശരീരം ഈ ജീവാത്മാവ് വിടുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട്. നമുക്കൊക്കെ ഭയങ്കര വെപ്രാളത്തിൽ ഇങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ട് മരിക്കണോ? നമ്മള് സ്വസ്ഥമായിട്ട് ഇപ്പൊ നമ്മുടെ സുഖവും സമാധാനം, ഒരു ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന സുഖത്തിനെ കുറിച്ചല്ല. നമ്മൾക്ക് ഈ ശരീരത്തിലെ ഈ ആരോഗ്യമെല്ലാം നശിച്ചു കഴിയുമ്പോഴേ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത, അന്നാണ് നമ്മുടെ ഈ ശാന്തിയുടെ മഹത്വം അറിയുന്നത്. അന്ന് നമ്മുടെ അവസാന കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആരോഗ്യം എല്ലാം പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആർക്കും ഒന്നും നമ്മുടെ കാര്യങ്ങൾ തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മരിച്ചിട്ടില്ല. ആ അവസരം നമുക്ക് എങ്ങനെ എല്ലാരും ദുരിതത്തിലിരിക്കും. അതേ സമയത്ത് ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞ ഒരാള് ആ മനസ്സിനെ പരമാത്മ ചൈതന്യത്തിലോട്ട് ലയിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഭൗതികമായിട്ടുള്ള എന്റെ പ്രശ്നങ്ങളൊന്നും ആ മനസ്സിനെ, അവരുടെ മനസ്സ് സ്വസ്ഥമായിരിക്കും. അങ്ങനെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്റെ അനുഭവത്തിലുണ്ട്. അവരൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതേ സമയത്ത് ഈ സത്യങ്ങളെ മനസ്സിലാത്തവർക്കോ അവർക്ക് ഈ വിശപ്പിന്റെയോ വസ്ത്രത്തിന്റെയോ ഇല്ലായ്മ അല്ല അവരുടെ ദുരിതം, അവർക്ക് മനസ്സിന് സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് നമുക്ക് യൂഷ്വലായിട്ട് അറിയാം, കുട്ടികളുടെ കൂട്ട് പ്രായം ചെല്ലുമ്പോഴേ കുട്ടികളുടെ കൂട്ട് പിടിവാശിയും എത്രയോ മെച്യൂറായിട്ട് വളരെ പക്വതയായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി വളരെ കൊച്ചു കുട്ടികളുടെ കൂട്ട് പിടിവാശികളും ആ രീതിയിലോട്ട് മാറാൻ കാരണം എന്താ? നമ്മളെ മനസ്സിനെ പരിശീലിപ്പിച്ചില്ല. അയ്യോ, എങ്ങനെ വന്നോ മനസ്സ് അതിലേ പോയി. എന്റെ ബാല്യത്തിലുണ്ടായിരുന്ന പോലെ അതുപോലെ പോകുന്നത് അതേ വാസനയിലോട്ട് പോവാ. ഞാൻ തിരിച്ച് ഈ ഭാണ്ഡമായിട്ട് ഞാൻ ചുമന്നുകൊണ്ട് അടുത്തൊരു ശരീരത്തിലോട്ട് പോവാ. അതേസമയത്ത് നമ്മൾ ഈ വാസനകളെ നമുക്ക് ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത്, ഈ ശരീരത്തിൽ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഈ മനസ്സിനെ നമ്മളെ മനഃപൂർവ്വം ഈ പാരമത്സത്യങ്ങളെല്ലാം അറിഞ്ഞ് എന്റെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ എനിക്ക് ഈ സ്വസ്ഥമായിട്ട് എനിക്ക് ഹയർ ജന്മങ്ങളിലോട്ട് പോവാം. സ്വസ്ഥമായിട്ട് വെച്ചാൽ ശാന്തിയുടെ ലെവലിലോട്ട്, ഒരു ദുരിതങ്ങളും ഇല്ലാതെ എനിക്ക് ഒന്നുകിൽ എനിക്ക് ഈ ജന്മം തന്നെ മോക്ഷത്തിലോട്ട് പോകാം, മുക്തിയിലോട്ട് പോകാം, ദാറ്റ് ഈസ് പരമാത്മ ലയിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു ഹയർ ജന്മം കിട്ടും, അവിടെ എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ ഞാൻ സമ്പാദിച്ച ഈ ആത്മീയമായിട്ടുള്ള അറിവുകളൊന്നും എനിക്ക് നഷ്ടപ്പെടത്തില്ല. അവിടെ തൊട്ട് എനിക്ക് കണ്ടിന്യൂഷൻ വരും. അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് എനിക്ക് മുക്തിയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ഈ ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പല ആവൃത്തി വായിച്ച് ഇതിനെ ഉറപ്പിക്കണം ഈ സത്യത്തെ. 23-ാമത്തെ ശ്ലോകം അശ്വതിക്ക് വായിക്കാമോ? ശ്ലോകവും അർത്ഥവും വായിക്കാം സർ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേയദന്ത്യാപ ന ശോഷയതി മാരുതാ. ആത്മാവിനെ ആയുധങ്ങൾ മുറിക്കുന്നില്ല, അഗ്നി ദഹിപ്പിക്കുന്നില്ല, ജലം നനയ്ക്കുന്നില്ല, വായു ഉണക്കുന്നുമില്ല. അറിഞ്ഞ വസ്തുവുമായി ബന്ധപ്പെടുത്തിയായിരിക്കും അറിയാത്ത ഒന്നിനെ വിവരിക്കുക. ആ വിവരണം അറിയാത്ത വസ്തുവിന്റെ നിർവചനമാവില്ലെങ്കിലും അതുവഴി ആ വസ്തുവിനെ കുറിച്ച് ഏതാണ്ടൊരു ബോധം നമുക്ക് ലഭിക്കും. ജ്ഞാത വസ്തുവുമായി ബന്ധപ്പെടുത്താതെ അജ്ഞാത വസ്തുവെ നിർവചിച്ചിട്ട് പ്രയോജനമില്ല.
കാരണം അജ്ഞാത വസ്തു അജ്ഞാതമായി തന്നെ ഇരിക്കും. അനശ്വരനായ ആത്മാവിനെ വിവരിക്കാൻ ഈ രീതിയാണ് ഗീതാചാര്യൻ അവലംബിച്ചിരിക്കുന്നത്. മാറിക്കൊണ്ടും നശിച്ചുകൊണ്ടും ഇരിക്കുന്ന ഭൗതിക വസ്തുക്കളെ കുറിച്ചേ നമുക്ക് ഇന്ന് അറിവുള്ളൂ. മാരകായുധങ്ങളേറ്റ് ആളുകൾക്കും വസ്തുക്കൾക്കും നാശം സംഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. കൂടാതെ തീ കത്തിയും വെള്ളത്തിൽ മുങ്ങിയും കാറ്റിൽ ഉണങ്ങിയും നാശം സംഭവിക്കുന്നതും കാണാം. ഭൗതിക വസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള പറയപ്പെട്ട ശക്തികൾക്കൊന്നും ആത്മാവിനെ നശിപ്പിക്കാനാവില്ല. ഓക്കെ, ഇത് ഈ പരമാത്മാവിനെ കുറിച്ചുള്ള അതിനെ കുറിച്ച് അതിനെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറയുക. ഈ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബുദ്ധിയിൽ നമുക്ക് അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ പരമാത്മ ചൈതന്യത്തോട് നമ്മുടെ അനുഭവത്തോട് ലയിക്കാം. എന്റെ മനസ്സിന് ലയനമുണ്ട്, പക്ഷെ എന്റെ ബുദ്ധിയിൽ എനിക്കിത് പറയാൻ പറ്റത്തില്ല. അതാണ്. അപ്പം നമുക്ക് ഏതൊക്കെ വസ്തുക്കളെ അറിയാവുന്ന ഈ ഭൗതികമായിട്ട് എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന വസ്തുക്കളെ മാത്രമേ അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ ആ ശബ്ദം കേൾക്കുന്നതിന്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. നമുക്ക് ആ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. വവ്വാലിനുമൊക്കെ വേറൊരു ഫ്രീക്വൻസി റേഞ്ചിലുള്ള ശബ്ദങ്ങൾ കേൾക്കാം, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വവ്വാല് കേൾക്കുന്ന ശബ്ദം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം ഇതേപോലെ ഈ പരമാത്മ ചൈതന്യം ഇതുപോലെയല്ല. അതിനെ കുറിച്ച് നമുക്ക് ബുദ്ധിയിൽ അറിയാനേ. കാരണം ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് അതാ. ഒരു ടോർച്ച് ലൈറ്റിന്റെ കൂട്ടി അന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആ ടോർച്ച് ലൈറ്റിന്റെ ഒരു മോഹം, ഈ ബാറ്ററി ഒന്ന് കാണണമെന്ന്. അപ്പൊ ഈ ബാറ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ടോർച്ച് കാണാൻ പറ്റുമോ? എന്റെ ലൈറ്റ് പോകും എന്ന് പറഞ്ഞ പോലെ ഈ ബാറ്ററിയാണ് ആ ടോർച്ചിനെ പ്രകാശിപ്പിക്കുന്നത്. ആ പ്രകാശം കൊണ്ട് തിരിഞ്ഞിങ്ങോട്ട് ഈ ബാറ്ററി എടുത്ത് കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് പ്രകാശം പോയി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് ഈ ചൈതന്യമാണ്. അതിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് ആ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെ നമുക്ക് അറിയാനേ ഒക്കത്തില്ല. പിന്നെ എങ്ങനെയാ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ബാക്കിയുള്ളതെല്ലാം എങ്ങനെയാ ഓരോന്നിനും അങ്ങനെ ഒക്കത്തില്ല, ഇങ്ങനെ ഒക്കത്തില്ല, അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇതിനെയൊന്നും അറിയാൻ പറ്റത്തില്ല. ബാക്കി നമ്മൾ അറിയാവുന്ന രീതിയിലുള്ള വസ്തു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും രീതി അങ്ങനല്ല, അതല്ല, ഇതല്ല, ഇതൊന്നും അല്ലാത്തത് എന്താ, അതാണ്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മധുരപലഹാരം കഴിക്കാത്ത ഒരാളെ നമ്മള് ഈ ഒരു ലഡുവോ അല്ലെങ്കിൽ ജിലേബിയോ എങ്ങനെ ഇരിക്കുമെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ജീവിതത്തിൽ ഒരാൾ കഴിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ ആള് വരുക, പുള്ളി ഇത് കഴിച്ചിട്ടേ ഇല്ല, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അത് നമുക്ക് എന്തെങ്കിലും പറയാമെന്നല്ലാതെ ആ മധുരത്തിനെ പുള്ളി അത് അനുഭവിക്കാതെ പുള്ളിക്ക് അറിയത്തില്ല. നമുക്ക് എത്ര പറഞ്ഞു കൊടുത്താലും പുള്ളി വേറെ അന്നേരം നമ്മൾ അതിനോട് അനുബന്ധിച്ച് അതേപോലെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാമെന്നല്ലാതെ അങ്ങനെ ഒരു സംഗതി നമുക്ക് അനുഭവിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ അറിയാവുന്ന വസ്തുക്കളുടെ കമ്പയർ ചെയ്ത് ഒരു പാല് കുടിക്കാത്ത ഒരാളെങ്ങനെ അത് വെളുത്തിരിക്കും. നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാം. അതുപോലുള്ള ചില കാര്യങ്ങൾ പറയൂ. അവിടെ അറിഞ്ഞ വസ്തുവുമായി ബന്ധപ്പെടുത്തിയായിരിക്കും അറിയാത്ത ഒന്നിനെ വിവരിക്കുക. ആ വിവരണം അറിയാത്ത വസ്തുവിന്റെ നിർവചനമാവില്ലെങ്കിലും അതുവഴി ആ വസ്തുവിനെ കുറിച്ച് ഏതാണ്ടൊരു ബോധം നമുക്ക് ലഭിക്കും. ജ്ഞാത വസ്തുവുമായി ചില അറിയാവുന്ന വസ്തുക്കളുമായി ബന്ധപ്പെടുത്താതെ അറിയാൻ വയ്യാത്ത അജ്ഞാത വസ്തുക്കളെ നിർവചിച്ചിട്ട് പ്രയോജനമില്ല. കാരണം അജ്ഞാത വസ്തു അജ്ഞാതമായി തന്നെ ഇരിക്കും. അജ്ഞാത വസ്തു എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു വസ്തുവാ. എത്ര പറഞ്ഞാലും അത് അജ്ഞാതമാണ്. അപ്പം അനശ്വരനായ ആത്മാവിനെ ഇതുപോലാണ്. ഈ ആത്മാവിനെ നമുക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ അനശ്വരനായ ആത്മാവിനെ വിവരിക്കാൻ ഈ രീതിയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അതുപോലെ തന്നെ അവലംബിച്ചിരിക്കുന്നത്. മാറിക്കൊണ്ടും നശിച്ചുകൊണ്ടും ഇരിക്കുന്ന ഭൗതിക വസ്തുക്കളെ കുറിച്ചേ നമുക്ക് ഇന്ന് അറിവുള്ളൂ. ഈ മാറ്റങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ പരമാത്മ ചൈതന്യത്തിൽ മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തത്. അത് സത്താണ്, നിത്യമാണ്. അപ്പോ ബാക്കി എല്ലാ മാറ്റങ്ങളുള്ള ഈ മാറ്റങ്ങളുള്ള വസ്തുവിനെ കുറിച്ച് മാറ്റങ്ങളുള്ള വസ്തുവിനെ കുറിച്ച് നമുക്ക് അറിയാവൂ. അപ്പൊ ആ മാറ്റങ്ങളുള്ള വസ്തുവിനെ വെച്ചിട്ട് നമ്മള് ഇതിലോട്ട് എങ്ങനെ പോകാം എന്നുള്ളത്. അപ്പം അതിനനുസരിച്ചാണ് ഓരോ ഐറ്റംസും പറയുന്നത്. മാരകായുധങ്ങളേറ്റ് ആളുകൾക്കും വസ്തുക്കൾക്കും നാശം സംഭവിക്കുന്ന നാം കാണുന്നുണ്ട്. കൂടാതെ തീ കത്തിയും വെള്ളത്തിൽ മുങ്ങിയും കാറ്റിൽ ഉണക്കിയും നാശം സംഭവിക്കുന്നതായി കാണാം.
ഭൗതിക വസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള പറയപ്പെട്ട ശക്തികൾക്കൊന്നും ആത്മാവിനെ നശിപ്പിക്കാനാവില്ല. അപ്പം നമുക്ക് എന്തൊക്കെ ഭൗതിക ശക്തികളോ അതൊക്കെ നാശം എങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഓരോന്നിനും നമുക്ക് പല പല രീതിയിലുള്ള ഓരോ വസ്തുക്കൾ നശിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം. ആ കാരണങ്ങളാലൊന്നും ഈ പരമാത്മാ ചൈതന്യം നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം അതിന് ജനനവും ഇല്ല, മരണവും ഇല്ല. നശിപ്പിക്കാൻ ഒക്കുന്ന എന്തിനെയാ? ജനിച്ച ഒന്നിനെയേ ഉള്ളൂ നമ്മൾ നശിപ്പിക്കാൻ ഒക്കുന്നത്. ജനിക്കാത്ത ഒന്നിനെ ജനനമില്ലെങ്കിൽ മരണമില്ല. അങ്ങനെ ഒന്നിനെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ നമ്മൾ ഓരോന്നായിട്ട് അവര് ഓരോ പാരഗ്രാഫിൽ എടുത്ത് പറയുക. പ്രീതുവിന് വായിക്കാമോ അടുത്ത പാരഗ്രാഫ്? സർ, ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി. മഴുകൊണ്ട് മരം മുറിക്കാം, തോക്കുകൊണ്ട് ജീവികളുടെ ദേഹത്തിൽ വെടിവെക്കാം. എന്നാൽ എത്ര മൂർച്ചയുള്ള വാളായാലും ശരി, വെള്ളത്തെയോ അഗ്നിയോ വായുവിനെയോ ആകാശത്തെയോ മുറിവേൽപ്പിക്കാൻ കഴിയുമോ? സ്ഥൂലമായ ആയുധം കൊണ്ട് സൂക്ഷ്മ വസ്തുക്കളെ നശിപ്പിക്കാനാവില്ല. പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തിനും കാരണമായ ആകാശത്തേക്കാൾ സൂക്ഷ്മമായ ആത്മാവിനെ ആയുധത്തിന് മുറിക്കാനാവില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ആത്മാവിനെ അഗ്നി ദഹിപ്പിക്കുന്നില്ല. നൈനം ദഹതി പാവക. തന്നിൽ നിന്നന്യങ്ങളായ വസ്തുക്കളെ ദഹിപ്പിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞേക്കും. അഗ്നിയെ തന്നെ ദഹിപ്പിക്കാൻ അഗ്നിക്കാവില്ല. മാത്രവുമല്ല, ആകാശത്തുള്ള വസ്തുക്കളെ ദഹിപ്പിക്കുന്ന അഗ്നിക്ക് ആകാശത്തെ ദഹിപ്പിക്കുവാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ആകാശത്തേക്കാൾ സൂക്ഷ്മമായ ആത്മാവിനെ ദഹിപ്പിക്കാനാവും? ഇതുവരെ നിർത്തി. ഇതില് നമ്മള് ഇവിടെ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ ഈ പഞ്ചഭൂതത്തിൽ പെട്ടതാണ് എല്ലാം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ തരത്തിലുള്ളതാണ് എല്ലാത്തിലും ഉള്ളത്. 5 അവസ്ഥയിലുള്ള വസ്തുക്കളെ ഉള്ളൂ ഇവിടെ ഉള്ളൂ. അപ്പം ഇതിന്റെയൊക്കെ അവസ്ഥകള് ഖരാവസ്ഥയിലുള്ള അവസ്ഥകള് ജലം പോലെ, വായു പോലെ, അഗ്നി പോലെ, ആകാശം പോലെ. ആകാശം വെച്ചാല് സ്പേസ്. അപ്പൊ ഇതിന്റെ ഒരു ഘടന നോക്കിയാല് ഈ സ്ഥൂലവും സൂക്ഷ്മവും എന്തുവാണ്? ഈ സ്ഥൂലം സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെയായി ഈ പഞ്ചഭൂതം വെച്ചിട്ട് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് എന്റെ ഒരു ഓർഡർ കിടക്കുന്നത്? സ്ഥൂലം എന്ന് പറഞ്ഞാല് നമുക്ക് കാണാൻ പറ്റുന്നത്, ഏറ്റവും നമുക്ക് ഇന്ദ്രിയങ്ങളിൽ കാണാൻ പറ്റുന്നതാണ് സ്ഥൂലം. ഏറ്റവും നമുക്ക് സോളിഡ് ആൻഡ് ഖരാവസ്ഥയിലുള്ളതിനെയാണ് സ്ഥൂലം എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ളതിന് സോളിഡ് ആയിട്ടുള്ളതാണ് സ്ഥൂലം എന്ന് പറയുന്നത്. അപ്പം ഭൂമിയാണ്. ഇപ്പം ഈ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് അതിന്റെ സീക്വൻസ്. അപ്പൊ ഈ ആകാശം തൊട്ട് ഭൂമി വരെ, അല്ലെങ്കിൽ ഭൂമി തൊട്ട് ആകാശം വരെ ഒരു ഓർഡർ ഉണ്ട്. ഏറ്റവും സ്ഥൂലം ഭൂമിയാണ്, ഖരാവസ്ഥയില്ല. അത് സ്ഥൂലാവസ്ഥയാണ്. ഒന്നും കൂടെ സൂക്ഷ്മം ആകുന്നത് ജലം, അതിനെക്കാട്ടിൽ സൂക്ഷ്മം അഗ്നി, അതിനെക്കാട്ടിൽ സൂക്ഷ്മം വായു, വായുവിനെക്കാട്ടിൽ സൂക്ഷ്മം ആകാശം. ഈ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ എന്തുവായി സൂക്ഷ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമിയെക്കാട്ടിൽ ജലം സൂക്ഷ്മമാ, ജലത്തിനെക്കാട്ടി അഗ്നി സൂക്ഷ്മമാ, അഗ്നിയെക്കാട്ടിൽ വായു സൂക്ഷ്മമാണ്, വായുവിനെക്കാട്ടിൽ ആകാശം സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഗ്രഹിക്കുന്നത്? അതിന്റെ വോള്യമാണ്. ഏറ്റവും മിനിമത്തിൽ നിൽക്കുന്നത് ഖരാവസ്ഥയിൽ അതിന്റെ വോള്യം ഏറ്റവും ഫൈനൈറ്റ്. പറയൂ ജയിച്ച് എന്താ പറയാൻ വന്നേ? ഖരാവസ്ഥയിൽ നിന്ന് സൂക്ഷ്മം വെച്ചാൽ നെക്സ്റ്റ് എക്സ്പാൻഷനാണ്. അപ്പൊ ഈ ഖരാവസ്ഥയിൽ മോളിക്യൂൾസ് എല്ലാം അതിന്റെ എല്ലാം ഇങ്ങനെ പാക്ഡ് ആയിട്ടിരിക്കും, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഖരത്തിലുള്ളത് ഒന്നും അങ്ങോട്ട് അത് ഒരു ഡിഫറെന്റ് ഷേപ്പ് ഉണ്ട്. കാരണം അതിന്റെ മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കത്തില്ല, അത്രയ്ക്ക് അടുത്തിരിക്കുക. അതാണ് സ്ഥൂലാവസ്ഥ. ഒന്നുകൂടെ സൂക്ഷ്മമാവെന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ എക്സ്പാൻഷൻ ആവും. ആ മോളിക്യൂൾസ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് ജലം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, അത് ഒഴുകാം. അത് ഏത് പാത്രത്തിൽ അയക്കുന്ന ആ ഷേപ്പിലോട്ട് വരാം. അപ്പോൾ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ വോള്യം കൂടുവാന്നർത്ഥം. ആ ജലത്തിനെക്കാട്ടിലാണ് അഗ്നി. അഗ്നിക്ക് എന്ന് പറഞ്ഞാല് അതിനെക്കാട്ടിൽ മോർ സ്പേസ് വോള്യമാണ് വരുന്നത്. ഈ അഗ്നിയെക്കാട്ടി
എക്സ്പാൻഷൻ ആണ് എയർ. വായു അതിനെക്കാട്ടി എക്സ്പാൻഡ് ആവുക. വായുവിനെക്കാട്ടി വോള്യം കൂടുതലാണ് ആകാശം, സ്പേസ്. അപ്പൊ ഈ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം നമ്മൾ പറയും. ഈ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുമ്പോൾ ഏണ്ട ചെറിയ നാരോ അങ്ങനല്ല, ഇതിന്റെ ഒരു ബൃഹത്താണ്. നമ്മളിത് ഹോൾ ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആദ്യം താഴെ നിൽക്കുമ്പോൾ എല്ലാം കാണാം. മേപ്പോട്ട് പോകുന്നത് നമ്മൾ ഇതിന്റെ ഓവറോൾ വ്യൂ. അപ്പൊ ഒരു ഓവറോൾ വ്യൂ നമുക്ക് വരും. അതാണ് സൂക്ഷ്മാവസ്ഥ. വെച്ചാൽ നമ്മൾ എക്സ്പാൻഡ് ആകുക. ആ ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്നുവെച്ചാൽ എല്ലാത്തിനെയും ഒരേപോലെ നമ്മൾ ഒന്നീ മാത്രമല്ല, എല്ലാത്തിനും ഒരു ഓവറോൾ വ്യൂ. അപ്പൊ നമ്മൾ ഈ സ്ഥൂലാവസ്ഥയിൽ നിന്ന് സൂക്ഷ്മാവസ്ഥയിലോട്ട് പോകുമ്പോഴേ സ്ഥൂലമായിട്ടുള്ള ഒരു പദാർത്ഥത്തിനെ കൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള ഒരു മീഡിയത്തിനെ നമ്മൾ നശിപ്പിക്കാൻ ഒക്കത്തില്ല. ഒരു വാള് കൊണ്ട്, അതാ അവിടെ പറഞ്ഞു വരുന്നത്, നേരത്തെ വരുന്നത് ഒരു മഴു കൊണ്ട് നമുക്ക് ഒരു മരത്തിനെയോ ഏതെങ്കിലും ഒരു നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. പക്ഷെ ഒരു വാള് കൊണ്ട് നമുക്ക് വെള്ളത്തിനെ മുറിക്കാൻ പറ്റൂ? മുറിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതേപോലെയാണ് ഈ വെള്ളം കൊണ്ട് നമുക്ക് അഗ്നിയെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ അഗ്നി കൊണ്ട് അഗ്നിയെക്കാട്ടി സൂക്ഷ്മമായ വായുവിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വായുവിനെക്കാട്ടിൽ സൂക്ഷ്മമാണ് ആകാശത്തിന്. അപ്പം നമ്മുടെ ഇതൊക്കെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മമായിട്ട് പോകും തോറും അതിന്റെ എക്സ്പാൻഷനും അത് ബൃഹത്വമായിട്ട് വരും. അപ്പൊ ഈ ആകാശത്തിനെയും നിലനിർത്തുന്നതാണ് ഈ പരമാത്മ ചൈതന്യം. അതാണ് ഈ മഹത്വത്വം എന്ന് പറയും. വേറൊരു ഇതിൽ വരുന്നത് നമുക്ക് ഈ ഇതിനെയെല്ലാം ഈ പഞ്ചഭൂതത്തിനെയും ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും നിലനിർത്തുന്ന ഈ പരമാത്മ ചൈതന്യം. അപ്പൊ എത്രയോ നമുക്കൊരു ആകാശത്തിനെ നമുക്ക് വളരെ സൂക്ഷ്മമോ വെച്ചാൽ അത്ര ബൃഹത്താ അത്. ഈ സ്പേസ് എവിടം വരെ ഉണ്ട്? ഇൻഫിനിറ്റ് ആയത്. എത്രയോ ഗാലക്സി ഇങ്ങനെ കിടക്കുകയല്ലേ. ഇതിനെക്കാട്ടിൽ ബൃഹത്താണ് ഈ പരമാത്മ വെച്ചാൽ അതിന് ആദിയോ അന്തവും ഒന്നുമില്ല. അപ്പം അത്രത്തോളം ഒരു കാര്യത്തിന് മനസ്സിലാക്കിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എത്ര മൂർച്ചയുള്ള വാളായാലും ശരി, വെള്ളത്തെയോ അഗ്നിയോ വായുവിനെയോ ആകാശത്തെയോ മുറിവേൽപ്പിക്കാൻ കഴിയുമോ? സ്ഥൂലമായ ആയുധം കൊണ്ട് സൂക്ഷ്മ വസ്തുക്കളെ നശിപ്പിക്കാനാവില്ല. പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തിനും കാരണമായ ആകാശത്തേക്കാൾ സൂക്ഷ്മമായ ആത്മാവിനെ ആയുധത്തിന് മുറിക്കാനാവില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പം തരത്തിന്ന് ആകാശം വരെയുള്ള എക്സ്പാൻഷൻ ഉണ്ട്. അതിനെയും നിലനിർത്തുന്ന പരമാത്മ ചൈതന്യം. ഇതെല്ലാം അടങ്ങിയിരിക്കും. ഇതെല്ലാം നിലനിൽക്കുന്ന ഈ പരമാത്മ ചൈതന്യത്തില്ല. ഈ യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയാണ്. അതാണ് പരബ്രഹ്മം, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അതിനെ ഒന്നുകൊണ്ടും നമുക്ക് ബുദ്ധിയിൽ അറിയാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള നാശങ്ങൾ, നമുക്ക് അറിയാവുന്ന നാശങ്ങൾ, പലതരത്തിലുള്ള നാശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഇതുള്ള ഒരു ഏത് തരത്തിലുള്ള നാശവും ഇതിന് ആപ്ലിക്കബിൾ അല്ല. അങ്ങനെ ഇതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ. ജനനവും ഇല്ലാതെ മരണവും ഇല്ല, എന്നും നിലനിൽക്കുന്ന, അതിനൊരു ആദിയും അന്ത്യവും ഇല്ല, ദേശകാല പരിമിതികളില്ലാതെ. പറഞ്ഞില്ലേ നമ്മൾ 4 യുഗങ്ങളുണ്ട്. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 എത്രയോ യുഗങ്ങൾ എത്രയോ ഓരോ ഈ അവസാനം വരുന്നുണ്ട്. ഗീതയുടെ അവസാനം ഓരോ യുഗങ്ങളും എത്ര വർഷങ്ങളാണെന്നും നമ്മൾ നമുക്ക് ആ സംഖ്യ നമുക്ക് വായിക്കാൻ പോലും ഒക്കത്തില്ല. ഈ ഓരോ യുഗങ്ങളും കൃതയുഗം ഇത്ര ഉണ്ട്, ത്രേതായുഗം ഇത്ര വർഷമുണ്ട്, ദ്വാപരയുഗം ഇത്ര വർഷമുണ്ട്, കലിയുഗം ഇത്ര വർഷമുണ്ട്. അപ്പം ഇതെല്ലാം കലിയുഗം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചും കൃതയുഗം തുടങ്ങും. അപ്പൊ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇപ്പൊ എന്താണ് നോക്കിയേ, നമ്മുടെ ഈ സമയത്ത് മതി എത്രയോ. അപ്പൊ ഇതിനെ നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ ബുദ്ധിയിൽ നമ്മളിതിനെ അളക്കാൻ, ബുദ്ധിയിൽ ഇതിനെ അറിയാനും പറ്റത്തേയില്ല. ആ ദേശകാല പരിമിതികളില്ലാതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു എനർജി കൺസെപ്റ്റാ അത്. ശരിക്കും ഞാൻ അതിന്റെ ഒരു പാർട്ടാ. ഞാൻ അതാ. കാരണം ഇപ്പൊ ഞാനൊരു വളരെ ഒരു പരിമിതനായോ, എന്നെ കൊണ്ട് ഞാൻ ആരാ, ഒരിക്കൽ കഴിവൊന്നുമില്ല, ഞാൻ വളരെ പരിമിതനായ ഒരു വ്യക്തിയാണെന്നുള്ള എന്റെ ഈ വാസന കാരണം എനിക്ക് തോന്നുന്നതാണ്. അപ്പം ഈ ഒരു ആസ്പെക്ട് ആണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത 2 പാരഗ്രാഫ് ആർക്കെങ്കിലും വായിക്കാവോ? ഷീബ വായിക്കും. ആത്മാവിനെ ജലം അതല്ലേ സാർ? അതെ. ആത്മാവിനെ ജലം നനയ്ക്കുന്നില്ല. ന ചൈനം ക്ലേദയന്ത്യാപ
വസ്തുക്കൾ വെള്ളത്തിൽ കുതിരണമെങ്കിൽ വെള്ളത്തിന് കടന്നുകൂടാൻ അവയ്ക്കുള്ളിൽ ഇടം വേണം. റൊട്ടിക്കഷ്ണം പാലിൽ കുതിർക്കാം, എന്നാൽ ഒരു ലോഹ കഷ്ണം പാലിലോ വെള്ളത്തിലോ ഇട്ടാൽ കുതിരുന്നില്ല, കാരണം വെള്ളത്തിന് കയറിക്കൂടാൻ അതിലിടമില്ല. വ്യാപകവും അഖണ്ഡവും ഏകവുമായ കേവല ഘനീഭൂത വസ്തുവെ നനയ്ക്കാൻ വെള്ളത്തിനാവില്ല. ആത്മാവിനെ കാറ്റ് ഉണക്കുന്നില്ല. ന ശോഷയതി മാരുത. ഒരു വസ്തുവിൽ ജലാംശമുണ്ടെങ്കിൽ കാറ്റിൽ ഉണക്കാം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്രിയയും നടക്കില്ല, കാരണം ആത്മാവിന്റെ നിലവാരത്തിൽ സർവം ആത്മമയം, ഇതര വസ്തുക്കളില്ല. അതിനാൽ അപ്പൊ ഇതാണ് ഇപ്പൊ ഈ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ മാറ്റമുള്ള വസ്തുക്കളും ഈ 5 അവസ്ഥയിലുള്ളതാണ്. ഇതിനെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ഇതിന്റെ നാശങ്ങള് നമുക്ക് സംഭവം കാണാം. പക്ഷെ ഈ പറയപ്പെട്ട വിധത്തിലൊന്നും അതിനെ നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു എൻറ്റൈറ്റിയാണ് ഈ പരമാത്മ ചൈതന്യം. ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഈ തലത്തിൽ കിടക്കുക. ഇപ്പൊ പരമാത്മ ചൈതന്യത്തിൽ ഇങ്ങനെ പല ശ്ലോകങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇങ്ങനെ ഒക്കത്തില്ല, അങ്ങനെ ഒക്കത്തില്ല, അങ്ങനെ ഒക്കത്തില്ല, ഇതല്ല, ഇതൊന്നും അല്ലാത്തത് ഏതാ? അതാ നമ്മളെല്ലാത്തിനും ഈ പ്രപഞ്ച വസ്തുക്കളെ അറിയാവുന്ന ഏതൊക്കെ ഇതൊന്നും അല്ലാത്ത അതാണ് ഈ പരമാത്മ ചൈതന്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം നമുക്ക് അറിയാൻ ഈ ബുദ്ധിയിൽ ഒക്കത്തില്ല. ഈ ബുദ്ധിയിൽ അറിയാവുന്ന വസ്തുക്കളെ എല്ലാം താരതമ്യപ്പെടുത്തി അതൊന്നുമല്ല, അങ്ങനെ ഒക്കത്തില്ല, ഇങ്ങനെ ഒക്കത്തില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനൊക്കെ അതീതമായിട്ടുള്ളൊരു വസ്തുവാണ്. അതിനൊരു ഒരു രൂപം ഉണ്ടെങ്കിൽ അതിനൊരു ഈ രൂപത്തിനെ ചൊല്ലി ബാക്കി ഒരു സ്പേസ് ഉണ്ടാവണം, എന്നാലും ഒരു രൂപം എന്ന് പറയുന്നു. ഇത് എങ്ങും അവസാനിക്കുന്നില്ല. രൂപം ഉണ്ടാവാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഇടമുണ്ടെങ്കിലല്ലോ അതിനൊരു രൂപം വരുന്നത്. അതിനൊരു പ്രതലമോ അങ്ങനെ ഒന്നുമില്ല. ഇതങ്ങനെ സ്പ്രെഡ്, അങ്ങനെയുള്ള ഒരു ചൈതന്യത്തിലാണ് നമ്മളെല്ലാം. ഞാൻ പറഞ്ഞ ജലാശയത്തിൽ കിടക്കുന്ന മീനും എത്രയോ ജീവികൾ ആ ജലാശയത്തിൽ കിടന്ന് പറഞ്ഞ പോലെ ഈ പരമാത്മ ചൈതന്യമായെന്ന ആ മീഡിയത്തിലാണ് പക്ഷേ ഞാനൊരു ചെറിയ ഒരു ജീവനാണെന്നുള്ള രീതിയില്ല. പക്ഷെ ആ വാസന കാരണം എനിക്ക് തോന്നുന്ന ഒരു ഭ്രമമാണ്. അതുകൊണ്ട് ഈ ജീവാത്മാവെന്ന് പറഞ്ഞ ഒരു ഭ്രമമാണ്. ഞാൻ എന്നുള്ള ഒരു എൻറ്റൈറ്റി സ്ഥിരമല്ല. ഞാൻ ഈ പരമാത്മാവോട് ലയിക്കാം. അതുവരെയുള്ള എൻ്റെ ഈ പ്രകടനം, ഈ സംസാരിക്കാൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ ഒരു വാസനകളെ ഉള്ളിടത്തോളം കാലമേ എനിക്കിങ്ങനെ പറയാനൊക്കെ തോന്നി. ഞാൻ ഈ വാസനകളെ ഞാൻ മനഃപൂർവ്വം ഞാൻ അങ്ങനെ പല സാധനങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ വളരെ ഐഡിയലായിട്ട് ഞാൻ അതിനെ ഫോളോ ചെയ്ത് ഞാൻ എൻ്റെ വാസനകളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്താൽ ഞാൻ ഈശ്വരന്, എനിക്ക് പിന്നെ ജനനവും ഇല്ല, മരണവും ഇല്ല, എനിക്ക് വേറെ ശരീരം എടുക്കേണ്ട കാര്യമില്ല. അതാണ് മോക്ഷാവസ്ഥ. ഞാൻ ഈശ്വരൻ ലയിക്കുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയുടെ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. ഇപ്പൊ എനിക്ക് ജനനമുണ്ട്, മരണമുണ്ട്. ജനനം മീൻസ് എന്റെ ശരീരം ജനിക്കും, ശരീരം മരിക്കും. പക്ഷേ ഈ ജീവാത്മാവിന് മരണമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അത് പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ്. ഈ വാസന നിലനിൽക്കുന്നിടത്തോളം കാലം ശരീരങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ പ്രോസസ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിപ്പോ നമ്മൾ 23-ാമത്തെ ശ്ലോകമാണ്. ഈ സാഖ്യയോഗത്തിലെ മൊത്തം 72 ശ്ലോകങ്ങളുണ്ട്. അതിൽ നമ്മൾ 22, ഇനി ഒരു 50 ശ്ലോകം കൂടെ ഉള്ളിൽ തീരാൻ. ഈ നമ്മൾ ഇതിന്റെ ഒരു ഇപ്പൊ 22ആയി, ഒരു പകുതിയെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അസസ്മെന്റ് നടത്തിയാൽ എന്താ? ഇതൊരു കോമ്പറ്റീഷൻ അല്ല. എന്തുവായാലും ഞാൻ ആ ഗ്രൂപ്പില് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. അത് നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ തന്നെ നിങ്ങളെ അസസ് ചെയ്യുക. എഴുതി ഫോമിനായിട്ട് ഇടുന്നുണ്ട്. ഓരോരുത്തരും ഞാൻ പറയുന്ന നമ്പറിലോട്ട് ഇടുക. ഒരു അസസ്മെന്റ്. ഇതുവരെ നമ്മൾ എന്തോ മനസ്സിലാക്കി? എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എഴുതി അങ്ങനെ ഇടാൻ പറ്റുമോ? മാർക്കൊന്നുമില്ല.
ഇടാം സാറേ, മറ്റ് സം- ഇടാം. അതെ, ഇല്ല. നമ്മളിപ്പോ നമ്മുടെ കുറച്ച് ഒത്തിരിയും പോകുന്നത് അപ്പൊ നമുക്കൊരു ഒരു വ്യക്തത വരും. നമുക്ക് സപ്പോസ് എന്തെങ്കിലും അതിനൊരു ഡീവിയേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്ത് മാറ്റാം. അപ്പം ഓരോരുത്തർ നമ്മൾ ഓരോ തത്വങ്ങളാ ഇങ്ങനെ നമ്മുടെ ലൈഫുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി കൂടെ വേണം പോകാൻ. അല്ലാതെ വെറുതെ ഈ ലോകത്തിൽ എഴുതിയേക്കുന്നതിന്റെ അർത്ഥം ആയിരിക്കത്തില്ല ഞാൻ ചോദിക്കുന്നത്. എന്നുവെച്ചാല് അത് അങ്ങനെ ഇത് ബുക്ക് കാണാൻ ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അതിനെ നിങ്ങളെ അസസ് ചെയ്യാം. അല്ല ഇതൊരു മാർക്ക് ഇടുന്നതോ മാർക്ക് വെച്ചിട്ടുള്ള അസസ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നു, എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഡൗട്ടോ എന്തെങ്കിലും ഒരു വ്യക്തതയില്ലെങ്കിൽ വ്യക്തത വരുത്താം. തീർച്ചയായിട്ടും ഞാനും ഓരോ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് വരുത്താം. പക്ഷെ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴെപ്പോഴും തുറന്നു പറയണം. എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മോശമോ ഇല്ലയോ അങ്ങനെയുള്ള തോന്നലേ വരേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും നമ്മള് ഒരു കോമ്പറ്റീഷനും അല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമുക്ക് ആ അറിവിൽ എന്തെങ്കിലും ഇതുണ്ടാവരുത്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അങ്ങനത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് തന്നെ അനുഭവപ്പെടും. ഇതൊരു ചുമ്മാതുള്ള ഒരു മറ്റുള്ള സബ്ജക്ട് പഠിക്കുന്ന പോലെ അല്ല. നമ്മളൊരു ജസ്റ്റ് ഒരു ആചാരം ഞാൻ ഒരു ആചാരം പോലെ ഗീത പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്ന വിധം മാറും. നമ്മളെപ്പോഴും ഒരേ സബ്ജക്റ്റിനെ തന്നെ എല്ലാവരും പല വിധത്തിലാണ് കാണുന്നത്. ഓരോരുത്തരുടെ മനോനില അനുസരിച്ചാണ് അവരതിനെ കാണുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ഒരു വിവേകത്തിൽ നമ്മൾ അതിനെ കാണാൻ നമുക്ക് സമർത്ഥരാകും. അതിനുവേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇത് പഠിച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് എന്താണ് നിങ്ങൾ ഉൾക്കൊണ്ടെന്നുള്ളത് എഴുതുന്നത്. അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. എന്താ ശരി. ഞാൻ അങ്ങനെ ഗ്രൂപ്പിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാം. ഏതെങ്കിലും ഒരു പാർട്ട് വരെ വരട്ടെ. അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് എഴുതി എടുത്ത് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻഡിവിജ്വലായിട്ട് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. എന്നിട്ട് എന്തെങ്കിലും അതിൽ നോക്കിയിട്ട് ഞാനോ അല്ലെങ്കിൽ സാറ് എന്തെങ്കിലും അതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് അതിനുള്ള കറക്ഷൻ ചെയ്യാം ഇൻഡിവിജ്വലായിട്ട്. നമുക്ക് അങ്ങനെ പോവാം. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് സമയമാകുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ശരി, നമുക്ക് നാളെ കാണാം. നാളെ 9 മണി. ശരി. ശരി.